സർക്കാർ ഖജനാവിൽ നിന്നും CITU-വിനും പണം. CITU സംസ്ഥാന സമ്മേളനത്തിനായി ടൂറിസം വകുപ്പ് നൽകിയത് 5 ലക്ഷം രൂപയാണ്. CITU നേതാക്കളുടെ അപേക്ഷ പരിഗണിച്ചാണ് പണം അനുവദിച്ചതെന്ന് വിനോദസഞ്ചാര വകുപ്പിന്റെ ഉത്തരവ്. ടൂറിസം ഡയറക്ടറുടെ ധനവിനിയോഗ പരിധിക്ക് പുറത്തായതിനാൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവിലൂടെയാണ് പണം നൽകിയത്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. അതേസമയം നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ ജനം ടിവിയോട് വ്യക്തമാക്കി. ശ്യാമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാബ്, ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിര ഇന്ന് രാവിലെ നമ്മൾ ടൂറിസം വകുപ്പ് 50,000 രൂപ പാർട്ടി ഫണ്ടിലേക്ക്, അതായത് കണ്ണൂരിലുള്ള മാവില ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ സുവനീറിന് പരസ്യം നൽകുന്ന ഇനത്തിലേക്ക് നൽകുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. തൊട്ടു പിറകെയാണ് നമുക്ക് ഇങ്ങനെ ഒരു വിവരം കൂടി ലഭിക്കുന്നത്. കാരണം 5 ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പ് വീണ്ടും CITU-വിന്, അതായത് 2022 കോഴിക്കോട് നടന്ന CITU-വിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനീറിലാണ് ഇത്തരത്തിൽ ടൂറിസം വകുപ്പിന്റെ പരസ്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിന്റെ പരസ്യ ഇനത്തിന്റെ ചെലവിലേക്കായിട്ടാണ് 5 ലക്ഷം രൂപ ഇപ്പോൾ CITU-വിന് അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ധനവിനിയോഗ ബില്ല്, അതായത് 5 ലക്ഷം രൂപ ആയതിനാൽ അത് ഈ വകുപ്പ് ഡയറക്ടർക്ക് ഈ ധനവിനിയോഗ ബില്ല് പാസ്സാക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് സർക്കാരിന്റെ പരിഗണനയ്ക്കായി വിടുകയായിരുന്നു. അതുകൊണ്ടാണ് 2022 ഡിസംബർ 17, 18, 19 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടന്ന ഈ CITU-വിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഈ സുവനീറിലാണ് സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ളത്. മറ്റു പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ തന്നെ സർക്കാർ ഇങ്ങനെ പരസ്യം നൽകുന്ന പതിവില്ല. എന്നാൽ ഈ പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ പാർട്ടി പുറത്തിറക്കുന്ന സുവനീറുകളിൽ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ തന്നെ സർക്കാർ ഫണ്ട് കൈമാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സർക്കാരിന്റെ ഫണ്ട്, അതായത് സർക്കാർ തുക എങ്ങനെയാണ് പാർട്ടി ഫണ്ടിലേക്ക് നൽകുന്നത് എന്നൊരു ഏറ്റവും വലിയ ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ലോക്കൽ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ ഈ സുവനീർ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് സുവനീർ കമ്മിറ്റിയുടെ പേരിലാണ് ഈ പൊതു വിദ്യാഭ്യാസ ഡയറക്ടർക്കും മറ്റും മുൻപ് ഓർഡറുകൾ ഇറങ്ങിയതും. ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഈ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡയറക്ടർക്ക് അപേക്ഷ നൽകിയതും ഈ സുവനീർ കമ്മിറ്റിയുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഈ സുവനീർ കമ്മിറ്റിക്ക് ആണ് സർക്കാർ ഫണ്ട് അനുവദിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ വലിയ രീതിയിൽ ഈ പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പണം ഒഴുക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെയുള്ള ഒരു ഉത്തരവാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇപ്പോൾ 5 ലക്ഷം രൂപയാണ് ടൂറിസം വകുപ്പ് ഈ സുവനീറിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിരോധാഭാസം തന്നെയാണ് ഈ നമുക്ക് പുറത്തു വരുന്നത്. കാരണം സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്രയും ധന ദുർവിനിയോഗം നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആതിര. ശരി, ശ്യാം കാങ്കാലിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.